നമ്മുടെ ചാനലിൽ വന്ന ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. മുടി സ്പ്രിങ് പോലുള്ളതാണ്, അത് വളരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഡബിൾ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ മുടിക്ക് നല്ല തിളക്കവും കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ടിപ്സാണ്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുടി എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുടി വളർച്ച ഉണ്ടാവുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തിൻ്റെ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും അതുപോലെ തന്നെ ബദാമും ഒക്കെ ആഹാരത്തിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചീര ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും ചീരയോ ഇലക്കറികളോ മുരിങ്ങയിലയോ എന്തോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ മുടി വളരുന്നില്ല, അതുപോലെ കഷണ്ടി ആകുന്നു എന്നൊക്കെ പ്രശ്നങ്ങളുള്ളവർ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. നമ്മളിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ തേയില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ തേയില വെള്ളം ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തേയില വെള്ളം ആദ്യം എടുക്കുന്നത്. നല്ല കടുപ്പത്തിലുള്ള 1 ഗ്ലാസ് ചായയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്രീൻ ടീ ആഡ് ചെയ്യാം. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളും ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ ലോസും കാര്യങ്ങളും ഉള്ളവർക്കൊക്കെ ഗ്രീൻ ടീയും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഫുള്ള് നമുക്ക് ആവശ്യമില്ലല്ലോ. നന്നായിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് സാധാരണ ടെമ്പറേച്ചറിലേക്ക് ആവാനായിട്ട് തണുക്കാനായിട്ട് വെച്ചിരിക്കണം. ഡബിൾ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ നല്ല ഒരു കാര്യമാണ് നമ്മുടെ ഉഴുന്ന് തലയിൽ തേക്കാൻ പലർക്കും മടിയാണ്. അത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അത്ര ഉഴുന്നെടുക്കുക. അത് നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഏകദേശം 3 സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചിട്ടില്ല, അതിൻ്റെ ചെറിയൊരു പ്രശ്നം. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് സമയമൊന്ന് കുതിരാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. മുടി കൊട്ടും ബലമില്ല, മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഈ ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാക്കുകൾ നമ്മൾ ഹെയറിലിടുമ്പോൾ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും. അപ്പോൾ മുടി നന്നായിട്ട് വളരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടിയിൽ, അതേപോലെ തന്നെ ഉഴുന്നിൻ്റെ കളർ കണ്ട നമ്മൾ ചായയിൽ ഇട്ടിരുന്നതുകൊണ്ട് നന്നായിട്ടൊരു കളറും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണ ഇത് ഒന്ന് അരച്ചെടുക്കാനാണ് പോണത്. അരച്ചൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് എടുക്കാം. അപ്പം ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതേപോലെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് അറിയാവോ? നമ്മുടെ ഉലുവാപ്പൊടിയാണിത്. ഇപ്പോൾ ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഉലുവ കൂടി നമ്മുടെ ഈ ഉഴുന്നിൻ്റെ കൂടെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്നിച്ച് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൊടിയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ വെള്ളമാണിത്. അതും കൂടി കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിന്നിനെ അരിച്ച് അതിൻ്റെ ആ ലിക്വിഡ് മാത്രമായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ തരിതരി പോലെ പറ്റിയിരിക്കും. ഉഴുന്നൊക്കെ ഒരല്പമെങ്കിലും അരയാതെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. മുടിയിൽ നിന്നൊക്കെ പോകാനായിട്ട് ക്ലീനായിട്ട് പോയി കിട്ടണമെങ്കിലും പാടായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇത് 1-2 ദിവസം പുളിപ്പിച്ച നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഇത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഉണ്ടാക്കി ഇത് എടുക്കരുത്. അതേപോലെ തന്നെ ഇന്നത്തെ എടുക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഉപ്പ് ചേർക്കാവോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. ഉപ്പ് ചേർക്കാൻ പാടില്ല. ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളമാണ് നമ്മൾ തലമുടിയിൽ യൂസ് ചെയ്യാനൊക്കെ നല്ലതേ. കണ്ടോ, നല്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടയായിട്ട് ഇരിക്കും. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതിന് കേടുപാടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടിയുടെ വേരുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കാനായിട്ട്, ബലപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്ക് അതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. നമ്മുടെ സ്കാൽപ്പിനൊരു pH ലെവലുണ്ട്, അതിനെ ബാലൻസ് ചെയ്യാനായിട്ടും നമ്മുടെ ഈ കഞ്ഞിവെള്ളം സഹായിക്കും. ഹെയർ ഗ്രോത്തിനെ ഓവറോൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗുണമാണ് ഇതിന് മെയിനായിട്ടും ഉള്ളത്. നമ്മുടെ ഹെയർ മാസ്ക് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാകത്തിനായി. ഇതിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെയറിൽ ഒന്ന് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മഴക്കാലത്തൊക്കെ മുടിക്ക് ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം മുടി ഡ്രൈ ആയി പോകാതിരിക്കാനൊക്കെ അത് വളരെ നല്ലതാണ്. മുടിയിൽ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. മുടി കൊഴിച്ചിൽ നന്നായിട്ടുള്ളവർക്ക് ഇനി പറയുന്ന ഓയിൽസ് ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഭൃംഗരാജ് ഓയിൽ, കയ്യോന്നി ഓയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയൊരു ഓയിലാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അത് നല്ലൊരു ബെസ്റ്റ് ഓയിലാണ് ഹെയർ ലോസ് കാര്യങ്ങളുള്ളവർക്ക്. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഈ ഒരു പാക്ക് നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാം. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നിയതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുടിയുടെ രോമകൂപങ്ങൾക്ക് പോഷണങ്ങൾ നൽകുക മാത്രമല്ല, വേരുകൾ മുതൽ അതിനുള്ള ഒരു പോഷണം നൽകുന്നുണ്ട്. ഇത് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആക്കി വയ്ക്കാനും കൊഴിയാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം. യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാൻ ആരും മറക്കരുത്. ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ഷാമ്പു യൂസ് ചെയ്യാം. ഒരല്പം ഷാമ്പു മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യാം. ഇതിപ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രൈ ഹെയർ ഷാമ്പു ആണ്. അപ്പോൾ ഡ്രൈ ഹെയറിന് സ്പെഷ്യലായിട്ടുള്ള ഷാമ്പു ആണ് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് അതിന് ശേഷം ഷാമ്പു യൂസ് ചെയ്താൽ മസ്റ്റായിട്ട് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മുടിക്ക് പ്രശ്നമുള്ളവർക്ക് നന്നായിട്ട് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഓണിയൻ ഹെയർ ഫാൾ കൺട്രോൾ കണ്ടീഷണറാണ്. അപ്പോൾ ഹെയർ ഫാൾ ഉള്ളവർക്ക് പറ്റിയ കണ്ടീഷണറാണ്. നമ്മൾ ഇങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർ നോർമൽ ഹെയറിൻ്റെ ഷാമ്പു ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.